ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഭൂതോച്ചാടന അനുഭവ പാഠങ്ങളുടെ 30ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ള സഹോദരരെ, ഈ സെഷൻ ഞാൻ പങ്കുവെക്കുന്നത് മെക്സിക്കോയിലുള്ള ഗോദലുപ്പെ മാതാവിൻ്റെ വളരെ പ്രസിദ്ധമായ ആ തീർത്ഥാടന കേന്ദ്രത്തിൽ വെച്ചാണ്. 1-2 സെഷനുകൾ ഇവിടെ നിന്ന് പങ്കുവെക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. ഗോദലുപ്പ മാതാവിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്കറിയാം. 1531 വാൻ ഡിയാഗോ എന്ന് പറഞ്ഞ ഒരു ഗോത്രവർഗ്ഗക്കാരനായ വ്യക്തിക്ക് ഇവിടെ പുറകെ കാണുന്നതായ കുന്നിൽ മുകളിൽ വെച്ചാണ് മാതാവ് അതിവിടെ പ്രത്യക്ഷപ്പെടുന്നത്. പ്രത്യക്ഷപ്പെട്ടിട്ട് മാതാവ് ആവശ്യപ്പെട്ടു, ബിഷപ്പിനോട് പറയണം ഇവിടെ ഒരു കപ്പേള, ഒരു പള്ളി പണിയണമെന്ന്. അദ്ദേഹം പോയി അത് ബിഷപ്പിനോട് പറഞ്ഞു. പക്ഷേ ബിഷപ്പ് അത് അംഗീകരിച്ചില്ല. എന്നാൽ അടയാളം വേണമെന്ന് ആവശ്യപ്പെട്ടു. പിന്നീട് ആ സ്ഥലത്തൂടെ വരുമ്പോൾ വാൻ ഡിയാഗോ മാതാവിനെ കണ്ട സ്ഥലം ഒഴിവാക്കിക്കൊണ്ട് പോയെന്നാണ് പറയുന്നത്. പക്ഷേ അതേ ഒഴിവാക്കിക്കൊണ്ട് പോയ വഴിക്ക് മാതാവ് വീണ്ടും കാണപ്പെട്ടിട്ട് ഇക്കാര്യത്തെപ്പറ്റി ചോദിച്ചു. അപ്പോൾ ഈ അടയാളത്തിൻ്റെ കാര്യം ബിഷപ്പ് ആവശ്യപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാതാവ് പറഞ്ഞു, ഈ മലമ്പ്രദേശത്ത് ഉള്ള പൂക്കൾ പറിച്ചുകൊണ്ട് പോകാൻ. അത് ഡിസംബർ മാസമായിരുന്നു. ഡിസംബർ 12-ാം തീയതിയാണ് സംഭവം. 1531 ഈ പ്രദേശത്ത് പൂക്കളുണ്ടാകുന്ന ഒരു ഭൂപ്രകൃതിയോ ഒന്നുമല്ല. മണ്ണ് വളരെ ഭാരനായിട്ടുള്ള മലമ്പ്രദേശമാണ്. ഇങ്ങനെ മാതാവ് ചൂണ്ടിക്കാണിച്ചെടുത്ത് റോസാ പുഷ്പങ്ങൾ ഇങ്ങനെ പുഷ്പിച്ച് വിടർന്ന് നിൽക്കുന്നത് കണ്ട് അത് പറിച്ചിട്ട് തൻ്റെ ഉടുപ്പിനകത്ത് മേലങ്കിക്കകത്ത് പൊതിഞ്ഞ് അതുമായിട്ട് ബിഷപ്പിൻ്റെ പക്കലേക്ക് ഓടി. ബിഷപ്പിൻ്റെ പക്കൽ ചെന്നിട്ട് അടയാളം ആയിട്ട് മാതാവ് തുറന്ന് കാണിച്ചിട്ട് കൊടുത്തു. ആ പൂക്കൾ നിലത്തോട്ട് വീണപ്പോഴേക്കും ആ അങ്കിയിൽ മാതാവിൻ്റെ ചിത്രം അത്ഭുതകരമായ രീതിയിൽ പതിഞ്ഞിരുന്നിരുന്നു. അത് കണ്ട് പൂക്കൾ ഇല്ലാത്ത കാലഘട്ടത്തിൽ മഞ്ഞകാലത്ത് പൂക്കൾ വന്നത് അത്ഭുതം. പിന്നെ ഈ അങ്കിയിൽ ഇങ്ങനെ മാതാവിൻ്റെ പ്രത്യേക ചിത്രം വന്ന അത്ഭുതം കണ്ട് ആ ബിഷപ്പ് മുട്ടുകുത്തി മാതാവിൻ്റെ പ്രതിഷ്ഠകാരൻ വിശ്വസിച്ചുവെന്നും അങ്ങനെ ഒരു ചെറിയ പള്ളി പണിതുവെന്നുമാണ്. ആ പള്ളി ഇതിന് പുറകെ കാണുന്ന ആ കുന്നിൻ്റെ മുകളിലാണ് ആദ്യമായിട്ട് പണിതത്. പിന്നീട് അത് പുതുക്കി പണിതു. പിന്നെ താഴേക്ക് ഇറക്കി കപ്പലിൽ പണിതു. പിന്നെ അതൊരു ബസിലിക്കയായിട്ട് പണിത് ഈ കാണുന്നത്. അത് പിന്നെ അല്പം ഇങ്ങനെ മണ്ണിരുന്ന് ചെരിഞ്ഞ് കഴിഞ്ഞ ഇടയും ആവശ്യം തികയാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പുറത്ത് കാണുന്ന വലിയ ബസിലിക്ക പുതുക്കി പണിതു. ഇപ്പോൾ ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും അധികം തീർത്ഥാടകർ വന്നു പോകുന്ന മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ്. നമ്പർ 1 ആണ് ഏറ്റവും അധികം. ഡിസംബർ 12-ാം തീയതിയാണ് ഇവിടുത്തെ വലിയ തിരുനാൾ. ആ ദിവസങ്ങളിൽ ഏതാണ്ട് 25-30 ലക്ഷം ആൾക്കാർ ഇവിടെ വരുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇവിടെ ഒരു പ്രദേശം മുഴുവനും അതിനുവേണ്ടി ക്രമീകരിച്ചിരിക്കുകയാണ്. 5 നൂറ്റാണ്ടുകളായിട്ടുള്ള വികസനങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അമേരിക്ക മുഴുവൻ്റെയും മധ്യസ്ഥയായിട്ട് വിശുദ്ധ യോഹന്നാൻ പാപ്പ ഗോദലുപ്പ മാതാവിനെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. മാതാവിൻ്റെ ശക്തമായ സാന്നിധ്യം ഇവിടെയുണ്ട്. അത് ഞാൻ പറയാൻ കാരണം, യുവാൻ ഡിയാഗോയുടെ ഉടുപ്പിൽ പതിഞ്ഞ മാതാവിൻ്റെ ചിത്രം ഇപ്പോഴും ഇവിടെ അൾത്താരയിൽ വെച്ചിട്ടുണ്ട്. അത് ആ ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകത, അത് ഈ മലമ്പ്രദേശത്ത് വളരുന്ന ഒരു കള്ളുമുളിച്ചെടിയുടെ ഇലയിൽ നിന്നും നാരുകളിൽ നിന്നുണ്ടാക്കിയ ഒരു വസ്ത്രമാണ്. ഒരു 10-30 വർഷത്തേക്കുള്ള ഒരിക്കലും വസ്ത്രം നിൽക്കുകയല്ല. പക്ഷെ ആ വസ്ത്രം ഇപ്പോഴും അതേപടി ഇരിക്കുകയാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ആ വസ്ത്രത്തിൽ പതിരിക്കുന്ന മാതാവിൻ്റെ ചിത്രത്തിന് ആ വസ്ത്രത്തിൻ്റെ ടെമ്പറേച്ചർ മനുഷ്യ ശരീരത്തിൻ്റെ ടെമ്പറേച്ചറാണ്. മഞ്ഞുകാലമായാലും വേനൽക്കാലമായാലും മഞ്ഞ് വീണെടുക്കുന്ന അവസ്ഥ എന്തായാലും ആ തുണിയുടെ ടിൽമ, ആ വസ്ത്രത്തിൻ്റെ ചിത്രത്തിൻ്റെ ടെമ്പറേച്ചർ മനുഷ്യ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ മാതാവിൻ്റെ സജീവമായ യഥാർത്ഥമായ സാന്നിധ്യം ആ ചിത്രത്തിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വലിയൊരു സൂചന. നൂറ്റാണ്ടുകളായിട്ട് ലക്ഷക്കണക്കായ വിശ്വാസികൾ അനുഭവിച്ചറിയുന്നത്. ഇവിടെ ആൾക്കാർ വലിയ ആവേശം കടന്നു വരാറുണ്ട്. നമ്മുടെ ഭൂതോച്ചാടന അനുഭവ പാഠങ്ങളുടെ പരമ്പരയിൽ ഞാനിത് പങ്കുവെക്കുമ്പോൾ ഏതാനും സെഷനുകൾ അമ്മയെക്കുറിച്ച് പങ്കുവെക്കാൻ ചിന്തിച്ചിരുന്നു. ഇപ്പോൾ നല്ല അവസരം കിട്ടിയാൽ പങ്കുവെക്കുകയാണ്. മാതാവിൻ്റെ സാന്നിധ്യം പിശാചിനെ എന്തുമാത്രം ഭയപ്പെടുത്തി തകർത്തി ഓടിച്ചു കളയുന്നതാണ് എന്ന് അനേക ഭൂതോച്ചാടകർ ഒരു മനസ്സോടെ പങ്കുവെക്കുന്നുണ്ട്. റോമാരൂപതയിൽ എക്സസിസ്റ്റായിരുന്ന ഗബ്രിയേൽ അമോർത്തച്ഛനൊക്കെ പറയുന്നുണ്ട്, എല്ലാറ്റിനും ഉപരി ശരിയാണ്, ഈശോയുടെ നാമം, കുരിശിൻ്റെ അടയാളം, തിരുരക്തം, വിശുദ്ധ ജലം, ഇതെല്ലാം പവർഫുള്ളാണ്. പക്ഷെ അതിൻ്റെ എല്ലാ ഇടയിൽ പരിശുദ്ധ അമ്മയുടെ നാമം പറയുന്നിടത്ത്, മാധ്യസ്ഥം പറയുന്നിടത്ത് പിശാചുക്കൾ വിട്ടുപോകുന്നത് ആർക്കും അവഗണിക്കാൻ പറ്റുന്നത്, അടുത്ത് പറയാതിരിക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഭൂതോച്ചാടന ശുശ്രൂഷകളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക,
വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഒരു 3 പ്രാവശ്യം ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്ന് ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വലിയൊരു കരുത്താണ്. നായിക്കം പറമ്പിലച്ഛന് ഒരിക്കലും പറഞ്ഞു, അച്ഛൻ ചെയ്യുന്ന കാര്യവുമാണ്, ഓരോ ടോക്ക് അച്ഛൻ സെഷൻ കൊടുക്കുമ്പോഴും അതിൻ്റെ ആരംഭത്തിൽ 3 പ്രാവശ്യം ഈ പ്രാർത്ഥന അച്ഛൻ ചൊല്ലും. നന്മ നിറഞ്ഞ് പറയുമ്പോൾ ചൊല്ലും, ദൈവകൃപ ചൊല്ലും. അച്ഛൻ പറയുന്നത് ആൻ ആപ്പിൾ എ ഡേ കീപ്സ് ദ ഡോക്ടർ അവേ, 3 ഹെയിൽ മേരി കീപ്സ് സൈറ്റൻ അവേ. ഒരു ആപ്പിൾ എല്ലാ ദിവസവും കഴിച്ചാൽ ഡോക്ടറെ വീട്ടിൽ കയറ്റാതെ ഡോക്ടറെ കാണാതെ പറ്റിക്കാം, ആരോഗ്യം ഉണ്ടാകുമെന്നൊരു ചൊല്ലുണ്ടല്ലോ. എന്ന് പറഞ്ഞ പോലെ 3 പ്രാവശ്യം ദൈവകൃപ നിറഞ്ഞ മറിയുമേ, അല്ല നന്മ നിറഞ്ഞ മറിയുമേ എന്ന പ്രാർത്ഥന ഉരുവിട്ടാൽ ആ ക്ഷണം സാത്താൻ വിട്ടുപോകും എന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. അച്ഛനത് ഓരോ ടോക്കിനും ചെയ്തേ കണ്ടിട്ടുണ്ട്. ഞാനും അതുകൊണ്ട് ടോക്ക് കൊടുക്കുന്നതിനെല്ലാം മുൻപ് ടോക്കിന് ആരംഭത്തിൽ അവസാനത്തിൽ 3 പ്രാവശ്യം ഇത് ചൊല്ലുന്ന എനിക്ക് വലിയ കരുത്തായിട്ട് അനുഭവമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അമ്മയുടെ ശക്തമായ സാന്നിധ്യം നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ളതാണെങ്കിൽ പോലും സ്നേഹമുള്ള സഹോദരങ്ങളെ, ഏതെങ്കിലും തരത്തിലുള്ള പൈശാചിക പീഡ ഞെരുക്കുവാക്ക് വരുമ്പം അത് തനിച്ചായിരിക്കുമ്പോഴാകട്ടെ, രാത്രിയിലായിരിക്കുമ്പോഴാകട്ടെ, യാത്രയിലായിരിക്കുമ്പോഴാകട്ടെ, എന്തെങ്കിലും തരത്തിലുള്ള ഒരു പീഡ ഒരു മാനുഷിക സഹജം അല്ലെങ്കിൽ സ്വാഭാവികമായ രീതി അല്ലാതെ കടന്നു വരുന്നിടത്ത് അറിഞ്ഞുകൊണ്ട് ഒരു 3 പ്രാവശ്യം ദൈവകൃപ നിറഞ്ഞ മറിയുമേ ഒന്ന് ഉരുവിട്ട് ചൊല്ലി നോക്കിക്കുക. അപ്പം തന്നെ നമുക്ക് അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവും. അമ്മയുടെ സാന്നിധ്യം വരുന്നൊരു തിന്മയുടെ സ്ഥലത്തിൽ വിട്ടുപോകാനിവിടെ വരികയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കുറച്ചുകൂടെ ഏതാനും സെഷൻ ഇവിടെ തന്നെ ഞാൻ പങ്കുവെക്കുന്നുണ്ട്. നമുക്കതിലേക്ക് പിന്നെ വരാം. ആശീർവാദം തരാം. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും പരിശുദ്ധയുടെ പ്രത്യേക മാധ്യസ്ഥം വഴി നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.